രാത്രി ലൈവില് ജിൻഡോയും സിജോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഗെയിം പ്ലാനുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ജിൻഡോ ഒന്ന് രണ്ട് കാര്യങ്ങൾ എറിഞ്ഞു നോക്കുന്നുണ്ട് സിജോയുടെ അടുത്ത്. സിജു പുറത്തുപോയി വന്ന മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ സിജോയ്ക്ക് ഏകദേശം ഐഡിയ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ജിൻഡോയ്ക്ക് അറിയാം. അപ്പോൾ ഒന്ന് എറിഞ്ഞു നോക്കി ജിൻഡോയ്ക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുമോ എന്ന് അറിയാനായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ജിൻഡോ ചോർത്തി എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് എങ്ങനെയാണ് പുറത്ത് എന്ന് ചോദിക്കുന്നുണ്ട് സിജോയുടെ അടുത്ത്. സിജോ റിപ്ലൈ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷനിൽ വന്ന സമയത്താണ് ഗബ്രി പുറത്തു പോയത്. അതിനർത്ഥം ഇത്രയും നാളും അവർ ഓരോരുത്തരായി വന്ന സമയത്ത് അവർക്ക് വോട്ട് കിട്ടിയിരുന്നു. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് വന്ന സമയത്ത് വോട്ട് സ്പ്ലിറ്റിംഗ് നടന്നു, അതിലൊരാൾ പുറത്തേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്കൊരു ഹ്യൂജ് ഫാൻസ് പുറത്ത് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇനിയൊരു പക്ഷെ ജാസ്മിൻ പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ്. ആ രണ്ടുപേരെയും കൂടി വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡു ചോദിക്കുന്നത് അപ്സരയെ കുറിച്ചാണ്. അപ്സരയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്സരയെ വെച്ച് നോക്കുമ്പോൾ മുമ്പ് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. ടാസ്കുകളൊക്കെ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത്ര നന്നായിട്ട് തോന്നുന്നില്ല എന്നാണ് സിജോ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീധുവിന്റെ കാര്യവും ചോദിക്കുന്നുണ്ട്. ശ്രീധുവിന്റെ കാര്യം ചോദിക്കുമ്പോൾ സിജോ പറയുന്നത് ഇന്നത്തെ ഗെയിമുമായി ബന്ധപ്പെട്ടാണ്. ശ്രീധു ഫൈനലിലൊന്നും എത്താനുള്ള യാതൊരു ചാൻസും ഇല്ല എന്നാണ് സിജോ പറയുന്നത്. ഇന്ന് കളിച്ച പോലത്തെ കളിയല്ലേ കളിക്കുന്നത്, സ്വന്തം ടീമിനെ പോലും അവിടെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആള് എങ്ങനെ ഗെയിമിൽ പിടിച്ചു നിൽക്കാനാണ്? എനിക്ക് തോന്നുന്നില്ല ശ്രീധു അവിടെ ഫൈനൽ 5 എത്തും എന്ന് തോന്നുന്നില്ല എന്നാണ് സിജോ പറയുന്നത്. എന്തായാലും ജിൻഡോയ്ക്ക് പുറത്തുള്ള ജാസ്മിൻ ഗബ്രി ടോപ്പിക്കിനെ കുറിച്ച് അറിയാനായിരുന്നു താല്പര്യമെന്ന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്തായാലും സിജോ പറയില്ലല്ലോ. പക്ഷെ സിജോയുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അവിടെ ജാസ്മിനെ കാര്യമായിട്ടുള്ള സപ്പോർട്ട് പുറത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഗബ്രി പുറത്തു പോയതെന്നും അറിയാം. എന്നിരുന്നാലും അത്രയ്ക്കങ്ങ് പിടിച്ചു കയറാനുള്ള വകുപ്പില്ല എന്ന് അവിടെ ജിൻഡോ മനസ്സിലാക്കിയിട്ടുണ്ട് സിജോ പറഞ്ഞ മറുപടിയിലൂടെ.